മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകുന്നുവെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ. പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകളാണ് മാധ്യമങ്ങൾ ആദ്യം മുതലേ പ്രചരിപ്പിച്ചതെന്നും വരാനിരിക്കുന്ന സമ്മേളനങ്ങളിൽ മാധ്യമങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന സമീപനത്തിന്റെ സൂചനയാണിതെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പാർട്ടിയെ മാധ്യമങ്ങൾ സഹായിക്കേണ്ടെന്നും എന്നാൽ സാമാന്യ മര്യാദ പാലിക്കണമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി. മാധ്യമങ്ങൾ ആദ്യം മുതലേ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. ആധികാരികമായി ഞങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ കൊല്ലം ജില്ലാ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള വാർത്തകൾ യഥാർത്ഥത്തിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന സമ്മേളനങ്ങളിലും നൽകാൻ പോകുന്ന വാർത്തകളുടെ സൂചനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കേരളത്തിലെ മാധ്യമ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ രീതിയിൽ ഏതെല്ലാം തരത്തിലാണ് എന്നുള്ളതിൻ്റെ സൂചന മാത്രമാണ് നമുക്കിത് നൽകുന്നത്. കാരണം ഞാൻ സംസാരിക്കുകയും ചെയ്യാത്ത സന്ദർഭത്തിൽ സംസാരിച്ചു എന്ന വാർത്തയുണ്ടാക്കി പ്രചരിപ്പിക്കുന്നത് തെറ്റാണ്. പാർട്ടിയെ സഹായിക്കുന്നു വേണ്ട, പക്ഷേ സാമാന്യമായ മര്യാദ അതിൻ്റെ ഭാഗമായിട്ട് പ്രകടിപ്പിക്കണം എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സർവകലാശാലകളുടെ സ്വയംഭരണം അട്ടിമറിക്കാൻ കേന്ദ്രം ഗവർണറിലൂടെ ശ്രമിക്കുന്നുവെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ. VC-മാരുടെ നിയമനം അതിന്റെ സൂചനയാണെന്നും സിൻഡിക്കേറ്റിനെ തകർക്കാനുള്ള നീക്കമാണിതെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഗവർണറുടെ നയം അനുസരിച്ച് VC-മാർ എടുക്കുന്ന തീരുമാനം പ്രതിഷേധാർഹമാണെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. സർവകലാശാലകളുടെ സ്വയംഭരണം തകർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റെ പിൻബലത്തോടുകൂടി ഗവർണർ നിർവഹിച്ചു. കോടതികളെ മറികടന്നുകൊണ്ടാണ് വൈസ് ചാൻസലർമാരെ ഗവർണർ നിശ്ചയിക്കുന്നത്. RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരെ വൈസ് ചാൻസലർമാരായി താൽക്കാലികമായിട്ട് നിയമിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്വയംഭരണാധികാര സ്ഥാപനങ്ങളുടെ എല്ലാ അധികാരാവകാശങ്ങളെയും ഇല്ലായ്മ ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ ശക്തിയായ പ്രതിഷേധം രൂപപ്പെട്ടു വരണം. സിൻഡിക്കേറ്റ് ഉൾപ്പെടെയുള്ള ഭരണ സ്ഥാപനങ്ങളെ തന്നെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷീജയുണ്ട് വിശദാംശങ്ങളുമായി. ഷീജ, എം വി ഗോവിന്ദൻ മാസ്റ്റർ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്? വിജി, പ്രധാനമായും ജില്ലാ സമ്മേളനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ CPIM-ന്റെ സമ്മേളനങ്ങൾക്കെതിരെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് അത് തന്നെയാണ് അദ്ദേഹം പ്രധാനമായും വിമർശിച്ചത്. പ്രത്യേകിച്ചും ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസമാണ് പാർട്ടി കടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നല്ല നിലയിൽ കൊല്ലം ജില്ലാ സമ്മേളനം പൂർത്തിയായി. പക്ഷേ തെറ്റായ വാർത്തകളാണ് ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ ആദ്യം മുതൽ തന്നെ പ്രചരിപ്പിച്ചത് എന്നതാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത്. ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന സമ്മേളനങ്ങളിൽ അവർ സ്വീകരിക്കാൻ പോകുന്ന സമീപനത്തിന്റെ സൂചനയാണ് ഇത് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. അതിനൊപ്പം തന്നെ താൻ സമ്മേളനത്തിൽ സംസാരിച്ചത് ഇന്നലെ മാത്രമായിരുന്നു. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല വാർത്ത. താൻ സംസാരിക്കുന്നതിന് മുൻപ് തന്നെ താൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സംസാരിച്ചു എന്ന തരത്തിൽ തെറ്റായ വാർത്ത നൽകി. അതിനൊപ്പം തന്നെ കഞ്ചാവ് വിൽക്കുന്ന കേന്ദ്രമായി ലോക്കൽ കമ്മിറ്റി ഓഫീസ് മാറിയെന്ന് താൻ പറഞ്ഞു എന്ന രീതിയിൽ മാധ്യമങ്ങൾ വാർത്ത നൽകി. തെറ്റായ കാര്യങ്ങളെ വിമർശിക്കുന്നത് പാർട്ടിയുടെ രീതിയാണ്. അതിനെയാണ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. പാർട്ടിയെ മാധ്യമങ്ങൾ സഹായിക്കേണ്ട, പക്ഷേ സാമാന്യ മര്യാദ മാധ്യമങ്ങൾ പാലിക്കണം എന്നുള്ളതായിരുന്നു എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത്. മറ്റൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു. LDF-ന് വലിയ പരാജയം എന്നാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. UDF-ന് നേട്ടം എന്നുള്ളത് തീർത്തും തെറ്റാണ്. UDF സീറ്റ് നിലനിർത്തുക മാത്രമാണ് ചെയ്തത് എന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. മറ്റൊരു സുപ്രധാന വിഷയം അദ്ദേഹം സൂചിപ്പിച്ചത് കേരളത്തിലെ സർവകലാശാലകൾ വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലും പക്ഷേ സർവകലാശാലകളുടെ സ്വയംഭരണം അട്ടിമറിക്കാൻ കേന്ദ്രം ഗവർണറിലൂടെ ശ്രമിക്കുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പ്രത്യേകിച്ചും VC-മാരുടെ നിയമനം അതിന്റെ ഒരു സൂചന തന്നെയാണ്. സിൻഡിക്കേറ്റിനെ തകർക്കാൻ ഉള്ളൊരു നീക്കം നടക്കുന്നു. അതോടൊപ്പം തന്നെ സർവകലാശാലകൾക്ക് കീഴിലുള്ള കോളേജുകളിലെ യൂണിയൻ പ്രവർത്തനം തടസ്സപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നു. ഗവർണറുടെ നയമനുസരിച്ച് VC-മാർ എടുക്കുന്ന തീരുമാനം അത് അംഗീകരിക്കാൻ സാധിക്കില്ല. അത് പ്രതിഷേധാർഹമാണ്. അതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വരേണ്ടതാണ് എന്നുകൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ശരി ഷീജ, വ്യക്തമാണ്. ഇന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ സമഗ്ര രൂപമാണ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവച്ചത്.